ആദിൽപാലോട് ശശി തരൂരിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസത്തോടെ നെഞ്ചുവിരിച്ചു നിൽക്കുകയാണ് നമ്മുടെ അല്ലമീൻ. പന്ന്യൻ വരുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമാകുമോ കോൺഗ്രസിന്? പ്രധാനമായും രണ്ട് കാര്യങ്ങൾ. അമീൻ പറഞ്ഞതിനെ തിരുത്തുക കൂടി വേണം. കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൊണ്ടാണ് തരൂർ വിജയശ്രീ ലാളിതനാകുന്നത് എന്നാണ് അമീൻ വാദിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ മാത്രം വോട്ടല്ല എന്ന് പരസ്യമായ രഹസ്യമാണത്. CPM-കാരും വോട്ടിടുന്നുണ്ട്, ഇടത് വോട്ടുകൾ പോകുന്നുണ്ട്. കാരണം തിരുവനന്തപുരം എന്നത് സർക്കാർ ജീവനക്കാരുടെ ഒരു കേന്ദ്രമാണ്. സർവീസ് സംഘടനകൾ സുശക്തമായി ഇടത് സർവീസ് സംഘടനകളുള്ളൊരു മണ്ഡലമാണ്. ഒപ്പം തൊഴിലാളി സംഘടനകളെ എടുത്താൽ ഏറ്റവും കൂടുതൽ ശക്തി സംഭരിച്ച് നിൽക്കുന്ന തൊഴിലാളി സംഘടനകൾ, ട്രേഡ് യൂണിയനുകളുള്ളത് തിരുവനന്തപുരത്താണ്. അങ്ങനെ ഇടത് സംഘടനകൾ ശക്തമായി പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ ഇടത് വോട്ടില്ലാതെ ഒരിക്കലും തരൂരിനെ രക്ഷപ്പെടാനോ ജയിക്കാനോ ആകില്ല എന്നത് വ്യക്തമാണ്. അവിടെ നിന്ന് തുടങ്ങിയാൽ CPM-ൻ്റെയും LDF-ൻ്റെയും CPI-യുടെയും ആകെ തന്നെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യവും ലക്ഷ്യവും ഇടത് വോട്ടുകൾ പെട്ടിയിലാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ സംഘടിതമായി നീങ്ങുന്നതിൽ ഒരു പാളിച്ച പറ്റിയെന്ന് കഴിഞ്ഞ സ്ഥാനാർത്ഥി C. ദിവാകരൻ തന്നെ പറഞ്ഞ അനുഭവമുണ്ട്. ഇത്തവണ അങ്ങനെ ഒരു പാളിച്ച പറ്റരുത്. ഇടത് വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കുക എന്ന ലക്ഷ്യം സമ്പൂർണ്ണമായി നടപ്പിലായാൽ ഇത്തവണ പന്ന്യനൊരു സാധ്യത കൽപ്പിക്കേണ്ടി വരും എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ. മറ്റൊന്ന്, ആകെ 7 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ കോവളം ഒഴികെ കഴക്കൂട്ടം തുടങ്ങിയാൽ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, പാറശാല എന്നിങ്ങനെ 6 മണ്ഡലങ്ങൾ ഇടതിൻ്റെ കയ്യിലാണ്. ഇടത് കോട്ടയായി തന്നെ അത് കൈവശം വെച്ചിരിക്കുകയാണ് MLA-മാർ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യത കൽപ്പിക്കേണ്ടി വരും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതും അമീൻ്റെ വാചകങ്ങളിൽ തന്നെ പറയാം. ന്യൂനപക്ഷത്തിൻ്റെ സാന്നിധ്യമാണ്. കഴിഞ്ഞ തവണ C. ദിവാകരൻ തോറ്റ MP ആണ്, ഒരു അങ്ങനെ പറയാം. C. ദിവാകരൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം BJP ജയിക്കുമെന്നൊരു ട്രെൻഡ് വന്നാൽ എല്ലാവരും കൊണ്ടുപോയി ശശി തരൂരിന് വോട്ട് കുത്തുന്നൊരു പ്രതിഭാസമുണ്ട്. ഇത്തവണ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്നൊരു ആത്മവിശ്വാസമുണ്ട് ഇടതിന്. കാരണം രാജീവ് ചന്ദ്രശേഖറാണ്. അങ്ങനെ ഇപ്പോൾ ജയിക്കും, നേരിയ പോരാട്ടം മാത്രമാണ് എന്ന തരത്തിലൊന്നും പ്രചരണം വരില്ല. അങ്ങനെ ഒരു ട്രെൻഡ് അവസാന ഘട്ടത്തിൽ ഉണ്ടാകില്ല എന്നാണ് CPI പ്രതീക്ഷിക്കുന്നത്, LDF-ഉം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട്